അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. ഞാനിന്ന് വന്നിട്ടുള്ളതേ ബറാത്തിന് തയ്യാറാക്കിയ സ്പെഷ്യലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബറാത്തല്ലേ, അപ്പം ഉപ്പാക്കും ഉമ്മാക്കും ചക്കരച്ചോറിനോടാണ് അധികം ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ചക്കരച്ചോറ് ഉണ്ടാക്കാച്ചിട്ടായിരുന്നു. അപ്പം മഗ്‌രിബിക്ക് ആണുങ്ങളോടൊക്കെ പള്ളിക്കൊക്കെ ചെല്ലാൻ പറഞ്ഞേ. അപ്പോൾ ഉമ്മമാരോടൊക്കെ എന്തെങ്കിലും ചീരണിയും കൊടുത്തേക്കാൻ പറഞ്ഞിരുന്നു ഉസ്താദ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചക്കരച്ചോറ് ഇപ്പം എങ്ങനെ കൊടുത്തേക്കുക. അപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോഴാണ് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. പെട്ടെന്ന് ഉണ്ടാക്കലായതുകൊണ്ട് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയത്. എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ആദ്യം ചക്കരച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ അളവ് പാത്രം ഈ ഗ്ലാസ്സാണ് കേട്ടോ. ഞാൻ ഈ ഗ്ലാസ്സിനാണ് എല്ലാതും അളക്കൽ. ഈ ഗ്ലാസിൻ്റെ അളവിന് തന്നെയാണ് ഞാൻ വെള്ളവും എല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഗ്ലാസ് നമ്മളെ ബിരുമോക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇനി നമുക്കിതിന് ആവശ്യത്തിന് 4 ഏലയ്ക്കും കുറച്ച് ചെറിയ ജീരകം എടുക്കാം കേട്ടോ. ഏലും ചെറിയ ജീരകവും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. അതിൻ്റെ മുമ്പ് അരിയൊക്കെ കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഒക്കപ്പാട് ഒപ്പാവൂലേ. അപ്പോൾ അരി കുറച്ച് നേരം കുക്കറിൽ ഒന്ന് എയറിൽ കിടക്കും കൂടി ചെയ്താൽ നന്നായിട്ട് വേവും ചെയ്യും. അപ്പോൾ ഏതായാലും അരിയൊക്കെ കഴുകി നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ചൂണ്ടുവിരലിൻ്റെ കുറച്ച് പകുതിക്ക് മുകളിലായിട്ട് വെള്ളം മുകളിൽ നിർത്തും. അപ്പോൾ പിന്നെ ഒരു അടുക്കി പിടിക്കുകയോ ഒന്നും വരലില്ല. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ. പിന്നെ ഒരു സ്പൂണ് നെയ്യ്, ഞാൻ ഈ നെയ്യാണ് കൊണ്ടു വെക്കൽ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണേക്കൊക്കെ ഈ നെയ്യാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് നെയ്യും ചേർത്തിട്ട് ഞാൻ ആ സ്പൂൺ അതിൽ ഇട്ട് കൊടുത്തു. അതെന്തിനാണ് വിശലെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പോവാണ്ടിരിക്കാൻ. അരി ഏതായാലും നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊരു 2 വിശൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു 5-6 വെല്ലം എടുത്തുങ്ങാണ്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് ഇട്ടുങ്ങാണ്ട് ഉരുക്കിയെടുക്കാം. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് വെള്ളം എടുത്തുങ്ങാണ്ട് ഞാൻ അതിലേക്ക് ഒഴിക്കാറ് കേട്ടോ. എന്നിട്ട് അങ്ങനെ തന്നെയാണ് ഉരുക്കിയെടുക്കുന്നത്. ഇപ്പം നേശുകുട്ടി ഉറങ്ങുക എന്തുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഓർക്കും കിട്ടണം ഒരു ശർക്കരയൊക്കെ. നന്നായിട്ട് ഇപ്പോൾ ഇതിലൊരു തടസ്സം ഇല്ലാണ്ട് ഉരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കട്ടൊന്നുമില്ല. ഇനി ഇത് അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാനേ വേണം. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ തരിപ്പയിലൊന്നും ഇട്ട് തരിക്കരുത് കേട്ടോ. ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ട് ഏതായാലും. ഇനി ഇതിക്ക് ആവശ്യത്തിന് നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം കേട്ടോ. ഈ തേങ്ങ പൊട്ടിക്കാൻ എൻ്റെ മാമൻ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നതാട്ടോ. വലിയ കണ്ണില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റിൽ പൊട്ടിച്ചാൽ രണ്ടും കറക്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ പൊട്ടിച്ചു. അങ്ങനെ തന്നെ ഒക്കെ കിട്ടാറ് കേട്ടോ. ഇത് വലുതും ചെറുതൊക്കെ കിട്ടിക്കണം. ആ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ലല്ലോ. ഏതായാലും അതില്ലേ വലിയ തന്നെ എടുത്തുങ്ങാണ്ട് ഞാൻ ചിരകുക കേട്ടോ. ഈ തേങ്ങ ചിരകുമ്പോൾ എപ്പോഴും നേശുകുട്ടി ഒച്ച കേട്ടിട്ട് വേണ്ടി വരും. എന്നിട്ട് ഒരു പാത്രം കൊണ്ടാണ് വരിക. എപ്പോൾ തേങ്ങ ചിരകുകയാണെങ്കിൽ അവർക്ക് കിട്ടണം. തേങ്ങ ഒക്കെ ഏതായാലും ചിരകിട്ടോ. ഇനി ഏതായാലും നമുക്ക് ഏലയ്ക്കും പിന്നെ ചെറിയ ജീരകം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് നല്ലൊരു സ്മെല്ലാട്ടോ വറ്റിനൊക്കെ. ഞാൻ നെയ്യപ്പം ചുടുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തിട്ടോ. അത് വറുത്തൊന്ന് പൊടിച്ചിട്ട് അയക്കും തന്നെ ഇങ്ങനെ തന്നെ ഇടൽ. ഞാൻ പച്ചക്ക് ഇടലില്ല. അപ്പോൾ ഏതായാലും ഇത് പൊടിച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ വറുത്ത് പൊടിച്ചിട്ടാൽ വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ. നല്ലൊരു സ്മെല്ലും കിട്ടും. അരിയൊക്കെ ഇപ്പോൾ വെന്ത് നല്ല പാകത്തിനായിട്ടോ. കണ്ടില്ലേ, ഒട്ടും വെള്ളമൊന്നുമില്ല, അടിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും ശർക്കരപ്പാനി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ വറ്റിലും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ ദിവസങ്ങളിൽ ചക്കരച്ചോറ് തന്നെയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ചക്കരച്ചോറിനൊക്കെ തന്നെ ചാടിയത്. അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും തൃപ്തിയോടെ കഴിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ ചക്കരച്ചോറ് തന്നെ ഉണ്ടാക്കാമെന്നുള്ളതിൽ തന്നെയായിരുന്നു കേട്ടോ രാവിലെ തന്നെ. പിന്നെ പെട്ടെന്നാണ് നെയ്യപ്പം വന്നത്. ശർക്കരപ്പാനിയും വെന്ത ചോറും കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് പൊടിച്ച് വെച്ച ചെറിയ ജീരകവും ഏലയും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എവിടെയും കട്ട കുത്തി നിൽക്കാത്ത രീതിയിൽ ഇളക്കി ഇങ്ങനെ കൊടുക്കുക. ശേഷം നമുക്ക് ചെറുകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ക്വാണ്ടിറ്റി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്.
എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചെറുപ്പായ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. അന്നൊക്കെ ഉമ്മച്ചി ഉണ്ടാക്കുമ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കണതൊക്കെ ഓർമ്മ ഇങ്ങനെ ഓടി വരും. ഇനി ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുക്കറൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു കുറച്ച് ടൈം അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ എല്ലാ വറ്റുക്കുതിൻ്റെ സ്മെല്ലും എല്ലാം പിടിച്ചോളും. ഒരു 5-10 മിനിറ്റിൻ്റെ ശേഷം അതിങ്ങനെ തുറന്നിട്ട് അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്നുള്ളത്. സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് എടുത്തിട്ടൊരു പ്ലേറ്റിക്ക് മാറ്റിയെടുക്കാം കേട്ടോ. കറക്റ്റ് വേവാണ് കേട്ടോ. ഓവറായിട്ട് വെന്തൊടിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഏലും ചെറിയ ജീരകവും ശർക്കരൻ്റെ ഒക്കെ സ്മെല്ലിങ്ങനെ കുത്തിരുണ്ട് കേട്ടോ. ശർക്കര ചോറ് കഴിക്കുമ്പോൾ നമുക്കത് മാധുര്യം ബാലൻസ് ചെയ്യാനൊരു പപ്പടം കൂട്ടി പിടിക്കണമല്ലോ. പപ്പടം കൂട്ടിയിട്ടുണ്ടൊരു കഴിക്കൽ എന്താ ടേസ്റ്റ്. അതായത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നെയ്യപ്പത്തിനുള്ളതും തയ്യാറാക്കിയിരുന്നു കേട്ടോ. മാവ് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറയുക, അപ്പം ഞാൻ ഉണ്ടാക്കാം കേട്ടോ. നന്നായിട്ട് പൊള്ളച്ചിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് അരി കുതിർത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി എളുപ്പം ഇതാണ് കേട്ടോ തോന്നാറ്. ഞാനപ്പോൾ അധികം പെട്ടെന്നൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നാൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. സോഡ പൗഡർ അധികം ഞാൻ സ്കിപ്പ് ചെയ്യാറാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാണ്ടതായതുകൊണ്ട് ഞാൻ ലേശം ഒരു നുള്ള് അത് ഇട്ടിട്ടുണ്ട്. എല്ലേലും ഞാൻ കുറച്ച് ടൈം വെക്കാറാണ്. അപ്പം നന്നായിട്ട് പൊങ്ങി വരാറുണ്ട്. ഇത് പെട്ടെന്ന് പാരണ്ടി വന്നപ്പോൾ ഇത് കുറച്ച് സോഡപ്പൊടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി വെച്ചിട്ടാണല്ലോ വെച്ചിട്ട് അത് ഫ്ലോപ്പായി പോകുന്നില്ല കേട്ടോ. സൂപ്പറാവും. ഞാൻ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോഴും അതിക്ക് സോഡപ്പൊടി ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കേണ്ടി വന്നപ്പോഴാണ് ഞാൻ സോഡപ്പൊടി ഒരു നുള്ളിട്ടിട്ടുള്ളൂ. അതും ഓവറായിട്ടില്ല. യേശു ബേബിക്കൊക്കെ കൊടുക്കണല്ലേ, അതുകൊണ്ട് ഞാൻ നുള്ളേ ഇട്ടിട്ടുള്ളൂ. അത് ഒന്ന് ഓരോ തവി ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതലൊന്നും പൊടി എടുത്തിരുന്നില്ല. ആ ഒരു ഗ്ലാസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ സൂപ്പർ നെയ്യപ്പം. ഏതായാലും ഇന്ന് നെയ്യപ്പവും പൊക്കവടയും ഒക്കെപ്പാടായിരുന്നു കേട്ടോ. പൊക്കവട നമ്മളെ പണിക്കാർക്ക് 4 മണി ചായക്ക് കടി കൊടുക്കാൻ. അവർക്ക് ഈ മധുരമൊന്നും പറ്റൂല. അതുകൊണ്ട് അവർക്ക് ഞാൻ പൊക്കവട ഉണ്ടാക്കി. നമ്മൾ നെയ്യപ്പം പൊട്ടിച്ച് നോക്കാം കേട്ടോ. അകം കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ചക്കര ചോർക്ക് സൈഡിഷായിട്ടേ നമ്മളെ ബിനുമോളെ വക പൊക്കവടി വെച്ചിക്കണം കേട്ടോ. പൊക്കവട ബാക്കിയുള്ളതോളം അതിൻ്റെ സൈഡിൽ വെച്ചിക്കണം. ഇതും വെച്ച് ഇടങ്ങറായി ഉണ്ടാക്കിയാൽ തന്നെ പറഞ്ഞങ്ങാണ്ട് ഓളെ പ്ലേറ്റിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ പരിപാടി ഇതൊക്കെയായിരുന്നു കേട്ടോ. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇതൊക്കെ തന്നെ ആയിരുന്നു പരിപാടി. ഏതായാലും അൽഹംദുലില്ലാ ഉപ്പയും ഉമ്മയും കുട്ടികളും മിക്കാക്കൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. ഉസ്താദുമാർ ദുആ ചെയ്യാൻ വന്നിരുന്നു, അവർക്കും കൊടുത്തു. ഏതായാലും ഇതൊക്കെയല്ലോ നമ്മളെ സന്തോഷങ്ങൾ. എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. താങ്ക് യു ഓൾ.